10 വർഷം കേരളം ഭരിച്ച് മറ്റൊരു തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടാൻ നിൽക്കുന്ന പിണറായി വിജയന് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് കൂടെ നിൽക്കാൻ ആരും ഇപ്പോഴില്ല എന്നുള്ളതാണ്. ഭരണത്തിൻ്റെ തണലിൽ ഇതുപോലെ കട്ടുമുടിച്ചൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആത്മാഭിമാനമുള്ള കമ്മ്യൂണിസ്റ്റുകാർ ആരും തന്നെ ഇനി ഒപ്പം നിൽക്കില്ല എന്നും ഉറപ്പാണ്. അപ്പോഴാണ് ശിവൻകുട്ടി എന്ന മന്ത്രിക്ക് പിണറായി വിജയൻ ഒരു പണി കൊടുത്തത്. ശിവൻകുട്ടിയുടെ മണ്ഡലം എന്ന് പറയുന്നത് നേമമാണ്. ആ നേമം തന്നെയാണ് BJPയുടെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ A ക്ലാസ് മണ്ഡലം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ 2016 ആദ്യമായി BJP കേരള നിയമസഭയിലേക്ക് ജയിച്ചു കയറിയ മണ്ഡലമാണ് നേമം. പിന്നീട് O രാജഗോപാൽ മാറിയതോടെ BJP അവിടെ പരാജയപ്പെട്ടു. എന്നാൽ ഇത്തവണ മത്സരിക്കുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറാണ്. കോടീശ്വരനായ രാജീവ് ചന്ദ്രശേഖർ അവിടെ മത്സരിക്കുന്നതോടെ BJPക്ക് ജയസാധ്യതയുള്ള മണ്ഡലം അങ്ങനെ തന്നെ വിലക്ക് വാങ്ങാനുള്ള തയ്യാറെടുപ്പും നടത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 2021 വെറും 3949 വോട്ടിന് ആണ് ശിവൻകുട്ടി വിജയിച്ചത്. ഇത്തവണ അദ്ദേഹം നേരിടുന്നത് വലിയ വെല്ലുവിളിയാണ്. കാരണം നേമം മണ്ഡലം തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. ആ കോർപ്പറേഷൻ മുഴുവൻ BJP പിടിച്ചെടുത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇത്തവണ ഭരണം പിടിച്ച BJP എന്തു തന്നെയായാലും നേമം മണ്ഡലം പിടിച്ചെടുക്കുമെന്ന് ഉറപ്പാക്കി കഴിഞ്ഞു. അതിൻ്റെ ഒരു ആവേശം BJPക്ക് വലിയ രീതിയിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. മാത്രമല്ല, അതിനെല്ലാം അപ്പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിൽ നിന്നുള്ളൊരു ഓർഡർ പ്രകാരം രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിച്ചയക്കേണ്ടുന്ന ഒരു ബാധ്യതയുമുണ്ട്. അതെല്ലാം ശിവൻകുട്ടിക്ക് നന്നായി അറിയാം. പിണറായി സ്വർണ്ണക്കടത്ത് മുതൽ ലാവ്ലിൻ കേസ് വരെയും മാസപ്പടി മുതൽ ലൈഫ് മിഷൻ വരെയും തനിക്കും തൻ്റെ കുടുംബത്തിനെതിരെയും മോഷണം കുറ്റമുള്ളപ്പോൾ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നതും EDയും CBIയും എല്ലാം ഇങ്ങനെ കേരളത്തിൽ വന്ന് തന്നെ വഴിമാറിപ്പോകുന്നത് എങ്ങനെയെന്നുള്ളതും എല്ലാവരേക്കാളും കൂടുതലായി അറിയുന്നത് ശിവൻകുട്ടി മന്ത്രിക്കാണ്. അപ്പോൾ നേമത്ത് തന്നെ തോൽപ്പിക്കാനുള്ള എല്ലാ വിദ്യയും മുഖ്യമന്ത്രിയുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞാണ് ശിവൻകുട്ടിയുടെ ഇപ്പോഴത്തെ വെപ്രാളം. വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലും വിവരമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ശിവൻകുട്ടിക്കുണ്ട് എന്നതാണ് സഖാക്കളെല്ലാം പറയുന്നത്. അതുകൊണ്ട് ആരെ ചീത്ത പറഞ്ഞാലും ശിവൻകുട്ടി റെഡിയാണ്. അങ്ങനെയാണ് സോണിയാഗാന്ധിയെ മുതൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെ വരെ ശിവൻകുട്ടി മന്ത്രി തെറി വിളിക്കുന്നത്. ശബരിമലയിലെ സ്വർണം സോണിയാഗാന്ധിയുടെ വീട്ടിലുണ്ട് എന്നും സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ അതെല്ലാം പുറത്തു വരുമെന്നും മഹത്തായ നിയമസഭയിൽ പറഞ്ഞ ഒരാളെ വിഡ്ഢിയെന്ന് പോലും വിളിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. സഭാരേഖകളിൽ അതുണ്ടെങ്കിലും ഒരു മന്ത്രിയുടെ വാക്കുകൾ കേട്ട് എന്തുകൊണ്ട് പോലീസ് സോണിയാഗാന്ധിക്കെതിരെ കേസെടുക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ തന്നെ അറിയാം വിവരമില്ലാത്ത ശിവൻകുട്ടി പറഞ്ഞതൊന്നും അന്വേഷിക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്നുള്ളതാണ് കേരള പോലീസ് തന്നെ പറയാതെ പറയുന്നത്. ഏതായാലും ശിവൻകുട്ടി എന്താണ് സഭയ്ക്കകത്തും പുറത്തും ഇങ്ങനെ രോഷം കൊള്ളുന്നത് എന്നും കണ്ടവരെ മുഴുവൻ പുലഭ്യം പറയുന്നത് എന്നും ചർച്ചയായപ്പോഴാണ് ഒരു സത്യം പുറത്തറിയുന്നത്. BJPക്ക് സഹായം ചെയ്തു കൊടുക്കാൻ ഏറ്റിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം സഹായം ചെയ്യുന്നത് നേമത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനായിരിക്കും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി ആരെ വേണമെങ്കിലും പുലഭ്യം പറയാനും തല്ലാനും കൊല്ലാനും വരെ തയ്യാറാണ് ശിവൻകുട്ടി. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്രയും ചെയ്തിട്ടും BJPക്ക് വേണ്ടി തന്നെ ബലിയാടാക്കാനാണ് ഭാവമെങ്കിൽ ഇതുവരെ നടന്നതെല്ലാം തുറന്നു പറയുമെന്നാണ് ശിവൻകുട്ടിയുടെ മുന്നറിയിപ്പ്. അതാണ് ഇന്ന് കാണുന്ന മന്ത്രി ശിവൻകുട്ടി. അങ്ങനെയാണ് അദ്ദേഹത്തെ ഇങ്ങനെയാക്കിയത്.